അതുപോലെ തന്നെ തൊട്ടടുത്ത രാജ്യങ്ങളാണ് യമന്. ഈ യമനൊക്കെ ഒരു ഇസ്ലാമിക ചരിത്രമായിട്ട് ബന്ധമുള്ള രാജ്യമാണ്. ഞങ്ങൾ 2ാം ചരിത്ര ഗവേഷണ യാത്രയുടെ ലാസ്റ്റ് രാജ്യമായിരുന്നു ഞങ്ങൾ യമൻ സന്ദർശനം. യമൻ വളരെ ദരിദ്രമായ ഒരു രാഷ്ട്രമാണ്. യമനിലെ കുഗ്രാമങ്ങളും വളരെ പട്ടിണി കിടക്കുന്ന ജനങ്ങളും ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയാണ്. അവിടുത്തെ ഇസ്ലാമിക ചരിത്രം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സന്നാവും അതുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ സബവും മഗ്‌രിബിലൊക്കെയാണ് പോയത്. അത് മഗ്‌രിബ് അണക്കെട്ട്. മഗ്‌രിബ് അണക്കെട്ട് മഗ്‌രിബ് അണക്കെട്ട് എന്ന് പറഞ്ഞത് ശരിക്ക് ബൽക്കീസ് രാജ്ഞിയുടെ കാലശേഷം ഉണ്ടായിരുന്ന അണക്കെട്ട് പൊട്ടിയത്. ആ സംഭവം വെച്ചാൽ വളരെ സമൃദ്ധമായ മായത്തും ജന്നത്താനി അന്യമീനും ഷിമാരി എന്ന് പറഞ്ഞിട്ട് സൂറത്ത് സഭയിൽ പറയുന്നുണ്ട്. വലതും ഇടത്തുമായി നല്ല സമൃദ്ധമായ തോട്ടങ്ങൾ. എന്നിട്ട് ആ ജനങ്ങൾ അതിനെ നന്ദി കാണിച്ചില്ല. അത് അവർക്ക് ഇതിലൊരു ഒഴുക്ക് തിരിച്ചു വിട്ടു എന്ന് പറയാൻ പറഞ്ഞു. അർസലിനായാലും സെയിലായാലും ആ ഒഴുക്ക് വന്ന് തകർന്നു. ആ ഏരിയ ശരിക്കും സഭയിലത്തെ ജനങ്ങളുടെ കൃഷി സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ് ആ അണക്കെട്ട് പൊട്ടി തകർന്ന അണക്കെട്ടിന്റെ ഒരു അണക്കെട്ട് പൊട്ടുമ്പോൾ നടുവല്ലേ പൊട്ടും. ആ പൊട്ടാത്ത ഭാഗങ്ങൾ ഖുർആൻ പറഞ്ഞ ആ അണക്കെട്ടിന്റെ ഭാഗങ്ങൾ ഇപ്പോഴും ചെന്നാൽ കാണാം. ഞങ്ങൾ കണ്ടിട്ടുണ്ട്, വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട്. ഖുർആൻ ചരിത്രഭൂമി വീഡിയോയിൽ ഇപ്പോഴും കാണും.